സർക്കാർ ജോലികളിലെ സംവരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ 2024 ഓഗസ്റ്റ് 5-നാണ് ഹസീന സർക്കാർ നിലംപതിച്ചത്. സമാധാനപൂർണ്ണമായിരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം പൊടുന്നനെ ശക്തി പ്രാപിച്ചപ്പോൾ ഏകാധിപത്യ പ്രവണതകൾ കാണിച്ച ഭരണാധികാരിക്ക് പദവി ഉപേക്ഷിച്ച് രാജ്യം വിടേണ്ടി വരികയായിരുന്നു. പിന്നാലെ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. പിന്നാലെ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പൈതൃകം രാജ്യത്ത് നിന്ന് പതുക്കെ തുടച്ചു നീക്കപ്പെട്ടു തുടങ്ങി. 1000-ലധികം ദേശീയ സ്മാരകങ്ങൾ നശിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. മുജീബുർ റഹ്മാനുമായി ബന്ധപ്പെട്ട അവധി ദിനങ്ങൾ റദ്ദാക്കി. മുജീബുർ പ്രചരിപ്പിച്ച ജോയ് ബംഗ്ല ഔദ്യോഗിക ദേശീയ മുദ്രാവാക്യമല്ലെന്ന് പരമോന്നത കോടതിയും വിധിയെഴുതി. കറൻസിയായ ഡാക്കയിൽ നിന്ന് ബംഗാബന്ധു ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരമെത്തിയത് മതചിഹ്നങ്ങളാണെന്നതും ശ്രദ്ധേയം. ഇത്തരത്തിൽ ചരിത്രത്തെ അപ്പാടെയാണ് ബംഗ്ലാദേശ് തിരുത്തി എഴുതുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശിന്റെ മോചനത്തിനും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയും ഏൽപ്പിച്ചതായിരുന്നു 1971-ലെ വിമോചന യുദ്ധം. അതിന്റെ സ്മാരകം പോലും ആക്രമിക്കപ്പെട്ടു. അത് ആക്രമിക്കപ്പെട്ടതിനൊപ്പം സ്വാതന്ത്ര്യലബ്ധിയിൽ ഇന്ത്യക്കുള്ള പങ്ക് കൂടിയാണ് ബംഗ്ലാദേശ് നിരാകരിക്കുന്നത്. ഇന്ത്യ സഖ്യകക്ഷി മാത്രമായിരുന്നു എന്നാണ് ബംഗ്ലാദേശിന്റെ പുതിയ ഭാഷ്യം. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഭീഷണിയായി ഇന്ത്യയെ കാണുന്നവർ നയങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും അടുക്കുന്നത് പാകിസ്ഥാനോടാണ് എന്നതാണ് ഏറെ രസകരം.